ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഒരു വെജിറ്റേറിയൻസിന് പറ്റിയൊരു ട്രീറ്റാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായ എന്താണെന്നുള്ളത്. അതായത് നല്ല ലസാനിയ ഷീറ്റ്സ് ആണ്. അതായത് വെജ് ലസാനിയ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ലസാനിയ ഷീറ്റ്സ് ഓഫ് കോഴ്സ് ഒരു 4-5 എണ്ണം വേണം. പിന്നെ നമുക്ക് ഒരു ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 3-4 ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 3-4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാൻ ഇതിനകത്ത് ഹെർബ്സ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് പെപ്പറും ഒറേഗാനോ ആണ്. പെപ്പർ 1 ടീസ്പൂൺ, ഒറേഗാനോ 1 ടേബിൾ സ്പൂൺ, ഡ്രൈ ഒറേഗാനോ ആണ്. പിന്നെ നല്ല ചീര, പാലക്ക് ഏകദേശം ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഒരു 5-6 മഷ്റൂംസ്, വൈറ്റ് മഷ്റൂംസ് സ്ലൈസ് ചെയ്തത്, പിന്നെ കോൺ കുക്ക് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓഫ്കോഴ്സ് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് പാല് ഏകദേശം ഒരു 2 കപ്പ് പാല്, ബട്ടർ 2 ടേബിൾ സ്പൂൺ, പിന്നെ ഫ്ലവർ ഒരു 1 to 1.5 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ചീസ്. പിന്നെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കും നല്ല ഒരു വെജിറ്റേറിയൻ ലസാനിയ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ലസാനിയ ഷീറ്റ്സ് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഞാനൊരു പരന്ന ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം. അതായത് ലസാനിയ ഷീറ്റ്സ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഓയിലും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും കുറച്ച് നല്ല അത് കുക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കണം ലസാനിയ ഷീറ്റ്സിന്. അപ്പം ഞാൻ ഇത് ഓരോരോ ഷീറ്റ്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലസാനിയ ഷീറ്റ്സ് ഇട്ട് കൊടുത്തു. പക്ഷെ അതിങ്ങനെ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അത് ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കുക്ക് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ആ ബട്ടർ നമുക്ക് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ഒരു ഒണിയൻ ആഡ് ചെയ്യാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഓണിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ പച്ചച്ചൊവയൊന്ന് മാറുന്നവരെ നമുക്കതിനെ സോട്ട് ചെയ്ത് എടുക്കാം. ഒരുമാതിരി സോട്ടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഫ്ലവർ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഓണിയൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ബട്ടർ ചൂടാകുമ്പോൾ തന്നെ ഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. അത് ബ്രൗൺ ഒന്നും ആവരുത്, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി ഫ്ലവർ. അത് കഴിഞ്ഞ് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീ ഒന്ന് മീഡിയം ആക്കണം. മീഡിയം ആക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തീ അത് കൂട്ടിയിടണം. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ തീ ഒന്ന് കുറച്ചു. ഇത് മൈദ ഒന്ന് മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകും. പാൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ തീ കൂട്ടാൻ പോവാണ്. കൂട്ടിയിട്ട് അതിന് നന്നായിട്ട് അത് ഇങ്ങനെ കുറുകി വരുന്ന പോലെ നമുക്കറിയാം. അതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നല്ലതായിട്ട് കുറുകി വരും. അതിന് ഞാനൊരു എളുപ്പം മെത്തേഡ് പറഞ്ഞു തരാം. പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ഫ്ലവറിൻ്റെ ലംസ് ഒന്നും ഉണ്ടാവില്ല. അത് കറക്റ്റായിട്ട് അതിനകത്ത് മിക്സായി നല്ല ഒരു തിക്ക് സോസായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ മൈദ വെന്ത് പോവും, പാല് കുറുകത്തില്ല. അപ്പോൾ ഒരു വിസ്ക് വെച്ച് പതുക്കെ നമ്മൾ പാൽ ആഡ് ചെയ്ത ഉടനെ തന്നെ വിസ്ക് വെച്ചിട്ട് ഒന്ന് വിസ്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഹൈ ഹീറ്റിൽ അതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. നമ്മുടെ വൈറ്റ് സോസ് റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ലസാനിയ ഷീറ്റ്സൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുത്ത കാരണം അതങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഓരോരോ ഷീറ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് നല്ലവണ്ണം വെള്ളം ഒഴിച്ച് അതിനെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പം ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. അതിനെ ഒന്ന് ഇങ്ങനെ ബ്രൗൺ ആവാൻ സമ്മതിക്കരുത്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആ ഒണിയനും ഗാർലിക്കും ചില്ലിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചച്ചവ മാറുന്നവരെ നമുക്കതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് മഷ്റൂമും കോണും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഇത് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ആ മഷ്റൂം നല്ല ഹൈ ഹീറ്റിൽ വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ മഷ്റൂമിൽ നിന്ന് ജ്യൂസ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മഷ്റൂം ആദ്യം ഇട്ടത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാൽ. ഇതൊക്കെ വേവാൻ അധികം സമയമൊന്നുമില്ല, എളുപ്പം വെന്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം, വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം. പക്ഷേ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്, പാലക്, മഷ്റൂം ആൻഡ് കോൺ. അതിൻ്റെ കൂടെ നമുക്ക് ആ ഒറിഗാനോയും പെപ്പറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് നന്നായിട്ട് യോജിപ്പിക്കും. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ വെജിറ്റബിളൊക്കെ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ വൈറ്റ് സോസ് ഉണ്ടാക്കിയത് ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അതായത് ഈ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ നടുക്കോട്ടൊന്ന് മാറ്റി വെക്കുക, സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഫ്ലവർ ഒന്ന് മൂക്കണം. അപ്പോൾ ആ വെജിറ്റബിൾസിൽ തന്നെ കിടന്ന ആ ചൂടിൽ അതൊന്ന് മൂത്തോളും. അപ്പോൾ വൈറ്റ് സോസ് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഒറ്റയടിക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ആ മൈദയുടെ പച്ചച്ചവയൊന്ന് മാറണം. നല്ല ഹൈ ഹീറ്റിലായതുകൊണ്ട് അത് എളുപ്പം മാറിക്കോളും. ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ പച്ചച്ചവ മാറിക്കോളും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിനകത്തോട്ട് പാല് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പാല് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ നമ്മളതിനെ നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ചു. എന്നിട്ട് പകുതി പാല് നമുക്കിപ്പോൾ ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടും. തീ കൂട്ടി കഴിയുമ്പോഴത്തേക്കും അത് നല്ലതായിട്ട് കുറുകി വരും. നമ്മുടെ പാല് മൈദ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ലൊരു കൺസിസ്റ്റൻസി ആയി കിട്ടും. അത് നിങ്ങൾക്ക് കാണാം, ആ പാലെല്ലാം നല്ല തിക്കായിട്ടുണ്ട്, നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലസാനിയ, വെജിറ്റബിൾ ലസാനിയ എങ്ങനെയാണ് ബേക്കിംഗ് ഡിഷിലോട്ട് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളതും കൂടെ കാണിച്ചു. അപ്പോൾ ആ ബേക്കിംഗ് ട്രേയിലോട്ട് നമുക്ക് ആ പാസ്ത ഷീറ്റ്സ്, ലസാനിയ ഷീറ്റ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആ വെജിറ്റബിൾ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കും. ആ ഗ്രീൻ കളറൊന്നും പോവാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത് പാലക്കിൻ്റെ. ഇപ്പോൾ ഒരു ലെയർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ പാസ്ത നമുക്ക് വെച്ച് കൊടുക്കാം. ശരിക്കും കവർ ചെയ്യുന്ന വിധത്തിൽ വെച്ച് കൊടുക്കും. നമ്മുടെ പാസ്തയൊക്കെ ഫില്ലായി. ഇനി നമുക്ക് അടുത്ത ലെയറും കൂടെ ആ വെജിറ്റബിൾസ് മുകളിലിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒക്കെ ഒന്ന് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് എല്ലാവരെ കൊണ്ടും ഒന്ന് ഷെയർ ചെയ്യിപ്പിക്കണേ. നമുക്കിങ്ങനെ തന്നെ 200 ഡിഗ്രിയിൽ നമുക്കിതിനെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. എല്ലായിടത്തോട്ടും ഈവൻലി സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഫൈനലായിട്ട് അതിൻ്റെ മുകളിലും കൂടെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിനെ ഓവനിൽ വെച്ചിട്ട് ആ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നവരെ, വേണമെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ ബേക്ക് ചെയ്ത് എടുക്കാം.